അവർ ഇന്ന് പറയുന്നു, ഇതാ പറയുകയാണ്, സമസ്ത ഉണ്ടാക്കിയത് തന്നെ, സമസ്ത എന്ന സംഘടന ഉണ്ടാക്കിയത് തന്നെ അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന്, CM മടവൂരെ കാക്കണേ എന്ന്, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ്. ഇസ്ലാമും സമസ്തയും തമ്മിലുള്ള അകൽച്ച എത്ര വലുതാണ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുക എന്നതിനേക്കാൾ നല്ല വാക്കു പറഞ്ഞ മറ്റാരാണുള്ളത്? എന്നാൽ സമസ്ത പറയും, നോക്കൂ നിങ്ങൾ, ഈ നേർച്ചയുടെ ഭാഗമായി ഇനി ഇവിടെ പരിപാടികൾ സംഘടിപ്പിക്കുമല്ലോ, ആ പരിപാടികളിൽ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുന്നത് എന്താണ്? റബ്ബിനെ കുറിച്ച് നിങ്ങളോട് അവർ പറഞ്ഞു നൽകുന്നത് എന്താണ്? ഇതാ ഇത്ര കാലമായി നമ്മൾ മസ്ജിദുകളിൽ പോകുന്നു, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ മുസ്ലിയാക്കന്മാർ അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് എന്താണ്? ഏതോ കറാമത്ത് കഥകൾ, എവിടെയോ നടന്ന കാര്യങ്ങൾ, ആരാണ് പറഞ്ഞതെന്നറിയാത്ത, ആരാണ് കേട്ടതെന്നറിയാത്ത, ആരാണ് സാക്ഷിയായതെന്നറിയാത്ത അനേകം കള്ളക്കഥകൾക്കപ്പുറം നിന്റെ റബ്ബിനെ കുറിച്ച്, നിന്നെ പടച്ച നിന്റെ സൃഷ്ടാവിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയോ സ്ഥലങ്ങളിൽ പറഞ്ഞില്ലേ, വഅലമു അന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു ആരാണ് എന്ന് നിങ്ങൾ പഠിക്കണം, അല്ലാഹു ഗഫൂറാണെന്ന് പഠിക്കണം, അല്ലാഹു റഹീമാണെന്ന് പഠിക്കണം. റബ്ബിനെ കുറിച്ച് പഠിപ്പിക്കാനാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഖുർആനിലെ 1/3 എന്ന് പറയപ്പെട്ട അധ്യായം ഏതാണ്? സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിൽ 4 വചനങ്ങളുണ്ട്. 4 വചനങ്ങൾ ആരെക്കുറിച്ചാണ്? അല്ലാഹുവിനെ കുറിച്ചാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹുവിനെ കുറിച്ചാണ്. ആയത്തുൽ കുർസി നോക്കൂ നിങ്ങൾ, 10 വചനങ്ങൾ, 10 വാചകങ്ങൾ ആയത്തുൽ കുർസിയിലുണ്ട്. 10 വാചകങ്ങളും അല്ലാഹുവിനെ കുറിച്ച് മാത്രമാണ്. എന്നാൽ ഇന്ന് പുരോഹിതന്മാരുടെ മണിക്കൂറുകൾ നീണ്ട പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നു. റബ്ബിനെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത്? അല്ലാഹുവിനെ കുറിച്ച് അവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്താണ്?